2 മനസ്സിൽ എത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 ഈ വാർത്തയിലേക്ക് തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ടുവരും. ദൃശ്യം 3യുടെ പൂജ സ്ഥലത്തേക്ക് മോഹൻലാൽ എത്തിയിരിക്കുന്നു. മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹം. താങ്ക് യു. കുഴപ്പമുണ്ടാവില്ലെന്നാണ് ഞാൻ തോന്നുന്നത്. അതൊക്കെ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു. ഇതിപ്പം ദൃശ്യമാണ്. ഇന്നലത്തെ കാര്യം ഇന്നലെ. ഇപ്പം ഞാൻ പോവാണ് ഇത് കഴിഞ്ഞാണ്. ഓക്കെ, അതിന്റെ കഥ ഇപ്പൊ പറയണം. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കണ്ട. അത് കാണാം. എല്ലാവരും അതിന്റെ എല്ലാവരും ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറയല്ല എന്ന് പുള്ളി പറഞ്ഞു. ഇവിടെ ഞാൻ പോവാണ്. താങ്ക് യു. ഓക്കെ, എന്തായാലും ദൃശ്യം 3യുടെ ഷൂട്ട് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അത് ഇങ്ങനെയൊരു ദിവസം തന്നെ ആരംഭിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. കാരണം ഇതൊരു ഇരട്ടി മധുരമാണ്. ലാൽ സാറിന് ഫാൽക്കെ അവാർഡ് കിട്ടി. നമ്മുടെ ഒരു എല്ലാ മലയാളികളുടെയും ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. പിന്നെ ദൃശ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾ അമിത പ്രതീക്ഷകളില്ലാതെ വന്ന് ഈ സിനിമ കാണുക. ഇതിൻ്റെ റിലീസും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ വഴിയെ അറിയിക്കും. അപ്പോൾ ഇത് വന്ന് ഈ പൂജ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദൃശ്യം 3യുടെ ചിത്രീകരണം ഇന്ന് തുടങ്ങുകയാണ്. അതിൻ്റെ പൂജാ കർമ്മങ്ങളാണ് നടക്കുന്നത്. ജോർജ് കുട്ടി കുഴപ്പമുണ്ടാക്കും എന്നാണ് മോഹൻലാൽ എന്തായാലും പറഞ്ഞിരിക്കുന്നത്. ജീത്തുവിനെ സംബന്ധിച്ചിടത്തോളം അമിത പ്രതീക്ഷകളാണ് ഒരു ഭയം എന്ന് തോന്നുന്നു. അദ്ദേഹം അക്കാര്യം ആവർത്തിച്ച് പറയുകയാണ് മാധ്യമങ്ങളോട്. അത് ജീത്തു എത്ര തള്ളിക്കളഞ്ഞാലും മലയാളികൾ അമിത പ്രതീക്ഷ വയ്ക്കും. ദൃശ്യം 3 ചിത്രീകരണം തുടങ്ങുമ്പോൾ തന്നെ വയ്ക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദൃശ്യം 3യെക്കുറിച്ച് ജീത്തു ജോസഫ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളുമായി ആദ്യം വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെയൊരു പ്രേക്ഷക സമ്മർദ്ദം കൂടി ഈ പടം എടുക്കുന്നതിന് പിന്നിൽ അണിയറ പ്രവർത്തകർക്ക് ജീത്തുവിനൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. തീർച്ചയായും പ്രേക്ഷകർ അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. ജോർജ് കുട്ടി എന്തൊക്കെ കുഴപ്പങ്ങളായിരിക്കും ഇനി ഒപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. നടീനടന്മാർ, അണിയറ പ്രവർത്തകർ എല്ലാവരും ഉണ്ട് അവിടെ. ഫാൽക്കെ അവാർഡ് സന്തോഷത്തിൽ കൂടിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു കേക്ക് മുറിച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ദൃശ്യം 3 ഏതായാലും പിറന്നത് പ്രേക്ഷകരുടെ മനസ്സിലാണെന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ആ അണിയറ പ്രവർത്തകർ നടത്തുന്നതിന് മുമ്പ് പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. താങ്ക് യു സാർ. ചേട്ടാ
മോഹൻലാൽ പൂജാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയാണ്. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് സിനിമാ ലോകം ഉള്ളത്, പ്രേക്ഷകരുള്ളത്, മോഹൻലാൽ ആരാധകർ ഉള്ളത്. ദൃശ്യം 3യുടെ ചിത്രീകരണത്തിന് ഇന്ന് തുടക്കമാകുന്നു. എന്തായിരിക്കും സസ്പെൻസുകൾ, സർപ്രൈസുകൾ ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത് ദൃശ്യം 3യിൽ ജീത്തു ജോസഫ് എന്നതറിയാൻ നമുക്ക് വലിയ സന്തോഷ വാർത്തയാണ് മലയാള സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം, ലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം.